വെൽക്കം ബാക്ക് കൈരളി മിറർ. വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സംയുക്ത പാർലമെന്ററി സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് രാജ്യസഭ കടന്നിരിക്കുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വച്ച വിയോജിപ്പുകൾ മുഴുവൻ ഒഴിവാക്കിയാണ് ജഗദംബിക പാൽ അധ്യക്ഷയായ സമിതി റിപ്പോർട്ട് തയ്യാറാക്കി രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ഭേദഗതി ബില്ലിനെതിരെ നേരത്തെ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി പ്രതിഷേധിച്ചതോടെയാണ് സംയുക്ത പാർലമെന്ററി സമിതി അതായത് JPC രൂപീകരിക്കാൻ BJP സർക്കാർ നിർബന്ധിതമായത്. എന്നാൽ എല്ലാ ജനാധിപത്യ മര്യാദകളെയും കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിയാണ് JPC റിപ്പോർട്ട് തയ്യാറാക്കിയത്. നാളിതുവരെ പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജിപ്പ് കൂടി ചേർത്താണ് JPC റിപ്പോർട്ട് സഭയിൽ വയ്ക്കാറുള്ളത്. പ്രതിപക്ഷ MPമാർ നൽകിയ 44 ഭേദഗതികൾ തള്ളുകയും BJP അംഗങ്ങൾ നൽകിയ 22 ഭേദഗതി നിർദ്ദേശങ്ങൾ പാർലമെന്ററി സമിതി അംഗീകരിക്കുകയും ചെയ്തു. ഫലത്തിൽ നേരത്തെയുള്ള ഭേദഗതി ബില്ലിനേക്കാൾ മാരകമായി തീരുകയാണ് ചെയ്തത്. രാജ്യത്തെ പ്രബല മതന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തെ അരികുവൽക്കരിക്കാനും അപരവൽക്കരിക്കാനും ലക്ഷ്യമിട്ട് സംഘപരിവാർ നടത്തുന്ന നീക്കങ്ങൾ ത്വരിതപ്പെടുത്തുന്നതാണ് പുതിയ സംഭവം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന തത്വങ്ങൾ കാറ്റിൽ പറത്തി സംഘപരിവാർ ശക്തികൾ ജനാധിപത്യത്തിന്റെ മറപിടിച്ചാണ് ഭേദഗതി ബില്ലിന്റെ JPC റിപ്പോർട്ട് രാജ്യസഭയിൽ അംഗീകരിച്ചത്. പൗരത്വ നിയമം, മുത്തലാഖ് നിയമം, മദ്രസകൾക്കെതിരായ നീക്കം എന്നിവയുടെ തുടർച്ചയാണ് രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ താറുമാറാക്കാനുള്ള പുതിയ നിയമവും. വിശ്വാസികൾ മദ്രസ, പള്ളി എന്നിവയുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും പടച്ചവനിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് സ്വമേധയാ വിട്ടു നൽകുന്ന സ്വത്തുക്കൾ ഇനി ആർക്കും കൈവശപ്പെടുത്താനും തർക്കമുന്നയിച്ച് മരവിപ്പിക്കുവാനുമാവും. RSS വിഭാവനം ചെയ്യുന്ന മനുസ്മൃതിയിലധിഷ്ഠിതമായ പുതിയ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള നാശോന്മുഖമായ മറ്റൊരു കാൽവയ്പാണ് ഇത്. ഇത്തരം നീക്കത്തിനെതിരെ കടുത്ത പ്രക്ഷോഭം ഉയർന്നു വരാതെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളും ബഹുസ്വരതയും നിലനിൽക്കില്ല. JPC റിപ്പോർട്ട് രാജ്യസഭയിൽ പാസായ ഉടൻ പ്രതിഷേധവുമായി SDPI തെരുവിലിറങ്ങിയത് ശ്രദ്ധേയമാണ്. മറ്റിതര രാഷ്ട്രീയ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തണം. കേവലം മുസ്ലിം പ്രശ്നമായി ഒതുക്കാവുന്നതല്ല വഖഫ് ബില്ല്. മറിച്ച് രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വെറുപ്പും ഭീതിയും അവിശ്വാസവും ഉണ്ടാക്കാനുള്ള കുബുദ്ധി കൂടി ഇതിലുണ്ട്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ച് SDPI രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തെ വഖഫ് സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കാനും വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റം ചെയ്യുന്നതിനുമുള്ള ഗൂഢലക്ഷ്യത്തോടെയാണ് ഭേദഗതി കൊണ്ടുവരുന്നതെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ കണ്ടെടുക്കാനും നാമമാത്ര തുക നൽകി വഖഫ് സ്വത്തുക്കൾ ലീസിന് നൽകുന്നത് ഒഴിവാക്കാനും മുൻ UPA സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി പോലും പുതിയ ബില്ലിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഭേദഗതി ബില്ല് നിയമമാവുന്നതോടെ സർക്കാരിൽ പിടിപാടുള്ള ആർക്കും വഖഫ് ഭൂമി ചെറിയ തുക നൽകി ലീസിന് എടുക്കാവുന്ന സ്ഥിതി വരും. മാത്രവുമല്ല, കേന്ദ്ര വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡുകളിലും മുസ്ലിം മതസ്ഥരല്ലാത്തവരെ ഉൾപ്പെടുത്താനും പുതിയ ഭേദഗതി ഉണ്ടാവും. പുതിയ ഭേദഗതി പ്രകാരം തർക്കമുണ്ടായാൽ വഖഫ് ഭൂമി അതത് ജില്ലാ കളക്ടർമാരാണ് സർവേ നടത്തേണ്ടത്. വഖഫ് ഭൂമി സംബന്ധമായി ഉണ്ടാവുന്ന തർക്കങ്ങളിൽ ഇനി വഖഫ് ട്രൈബ്യൂണലിന് പകരം കളക്ടർ തീരുമാനമെടുക്കണം. കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും വരെ തർക്കമുള്ള സ്വത്തുക്കൾ വഖഫ് ആയി കണക്കാക്കില്ല എന്നും പുതിയ ഭേദഗതി ബില്ല് പറയുന്നു. ഫലത്തിൽ വഖഫ് ബോർഡിന്റെയും ട്രൈബ്യൂണലിന്റെയും നിലവിലുള്ള എല്ലാ അധികാരങ്ങളും വെട്ടിമാറ്റി വിശ്വാസികൾ സ്വർഗം പ്രതീക്ഷിച്ചു നൽകുന്ന രാജ്യത്തെ വഖഫ് ഭൂമി ഇഷ്ടക്കാർക്ക് ലീസിന് കൊടുക്കാനും അന്യാധീനപ്പെടുത്താനും കൈവശപ്പെടുത്താനും എളുപ്പം കഴിയുന്ന ഒരു സംവിധാനമാണ് നിലവിൽ വരാൻ പോകുന്നത്. ഇത് തടയേണ്ടത് രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ കടമ കൂടിയാണ്.